എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ വില്ലൻ അവൻ വീണ്ടും പതിയെ എഴുന്നേറ്റ് വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. അവനാണെങ്കിൽ അവന്റെ രണ്ട് റെനീങ്കം കണ്ണ് അതിന്റെ പവർ അത് ഫുൾ ഫോഴ്സിൽ അവേക്കൻ ചെയ്ത് ആ കണ്ണ് പിഴുതെടുത്ത് അങ്ങനെ കഴിക്കുകയാണ്. അത് കഴിക്കേണ്ട താമസം നെറ്റിയിലുള്ള മൂന്നാമത്തെ കണ്ണ് അത് അവേക്കനായി അവൻ പുതിയൊരു പവറിലേക്ക് പോകും. ഇപ്പൊ ഒരു പോർട്ടൽ പോലും അവന്റെ തൊട്ട് മുൻപിൽ ഓപ്പൺ ആവുകയാണ്. ആ വില്ലനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ടേൺ ചെയ്ത് വരികയാണ്. അത് കണ്ട് ജിറയുമാവനാണെങ്കിൽ ബൊറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരെ ഹോൾഡ് ചെയ്ത് സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ തുടങ്ങും. നറൂട്ടോയ്ക്കാണെങ്കിൽ അവരൊറ്റയ്ക്ക് വിടാനായിട്ട് തോന്നില്ല. ഞാനും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് കുതിക്കാൻ ശ്രമിക്കും. അതിന് മാമൻ നറൂട്ടോ, നീ ഇപ്പൊ ഇമോഷൻ വൈസിൽ ചിന്തിക്കേണ്ട സമയമല്ല. അവനാവശ്യം നിന്നെയും നിന്റെ ബോഡിയിലെ 9 tail പവറുമാണ്. സ്ട്രെങ്ത്തും പവറും അത് പഴയതല്ല. സോ നിന്നെ കൊണ്ട് അവനെ ഉടനെ കൊനഹമാരു ടീമും ആണെങ്കിൽ ഈ ഫൈറ്റ് ഒക്കെ കണ്ട് ബാക്കപ്പിന് ആളെ വിളിക്കാൻ ഗ്രാമത്തിലേക്ക് ഓടും. കട്ട് ചെയ്ത ഇവിടെ സാക്കുറ. അവൾക്കാണെങ്കിൽ സാസുക ആരാണെന്ന് അറിയില്ല. പക്ഷെ അപ്പോഴും അവളുടെ ഫുൾ എഫേർട്ട് ഇട്ട് സാസുകയെ ഹീൽ ചെയ്യും. ചുറ്റും വലിയ ഫൈറ്റും പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നതായിട്ട് അവൾക്ക് കാണാൻ പറ്റും. ഉടനെ സാസുക അവൻ കണ്ണു തുറന്ന് സാക്കുറയുടെ പേര് വിളിക്കും. അവൾക്കാണെങ്കിൽ ഡബിൾ ഷോക്ക്. ഇവനെങ്ങനെ എന്റെ പേരറിയാം? സത്യത്തില് ഇവൻ ആരാണെന്നൊക്കെ ചിന്തിച്ച് അവൾ അവനെ തന്നെ നോക്കും. അതേസമയം ഇവിടെ മാമനും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ചേർന്ന് ആ വില്ലനുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. വില്ലനാണെങ്കിൽ അവരെ കറക്കേറിയും. പക്ഷെ മാമൻ ആള് ഫയർ സ്റ്റൈൽ പവറൊക്കെ ഉപയോഗിച്ച് അവൻ അറഞ്ചം പുറഞ്ചം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മാമൻ പറയും, ബൊറൂട്ടോ, നറൂട്ടോ, നിങ്ങൾ രണ്ടുപേരും അവനെ ഡൈവേർട്ട് ആവുന്ന ഗ്യാപ്പിൽ അവനെ ഞാൻ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവരിപ്പോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. ബൊറൂട്ടോയും നറൂട്ടോയും ഇപ്പൊ അവനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. ഉടനെ അവൻ രണ്ടുപേരെയും പിടിച്ചു വലിച്ച് കറക്കേറിയും. അടുത്ത നിമിഷം മാമൻ ആളാണെങ്കിൽ ആളുടെ മുടി വെച്ച് ആ വില്ലനെ പിടിച്ചു വലിച്ച് മറ്റൊരു വലിയ പവറിൽ അവനെ അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. പക്ഷെ ആ വില്ലൻ അവൻ കാഗുയ വംശത്തിലുള്ളവനാണ്. അവൻ ആ ലോക്കും തകർത്ത് പുറത്തേക്ക് എത്തും. മറ്റൊരു ഭാഗത്ത് കൊനഹമാരും ടീമും അവർ ഗ്രാമത്തിലേക്ക് വന്ന് നറൂട്ടോയെ പ്രൊട്ടക്ട് ചെയ്യാൻ മറ്റുള്ളവരോട് സഹായം ചോദിക്കും. പക്ഷെ എല്ലാവരും മുന്നിൽ വാതിൽ കൊട്ടി അടയ്ക്കും. അപ്പോഴായിരിക്കും ഷിക്കമരും ടീമും അവരവിടേക്ക് വന്ന് കൊനഹമാരുവിനോട് കാര്യം അന്വേഷിക്കുക. ഉടനെ ഷിക്കമരും ടീമും ആണെങ്കിൽ ബാക്കപ്പിന് വേണ്ടി തയ്യാറെടുക്കും. അതേസമയം ഇവിടെ സാക്കുറ അവളുടെ ഫുൾ സ്ട്രെങ്ത്തും കൊടുത്ത് സാസുകയെ എഴുന്നേൽപ്പിക്കും. പക്ഷെ എന്താ, അവളുടെ കംപ്ലീറ്റ് ചക്ര പവറും പോയി അവൾ തല ചുറ്റി അവന്റെ മടിയിലേക്ക് വീഴുകയാണ്. സാസുകയാണെങ്കിൽ ഇപ്പൊ സാക്കുറെ സേഫായ ഒരു സ്ഥലത്ത് കിടത്തും. അതിനുശേഷം ഫൈറ്റ് നടക്കുന്ന ആ സ്ഥലത്തെ ലക്ഷ്യാക്കി വരികയാണ്. കട്ട് ചെയ്ത ആ വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ പിടിച്ചു വലിച്ച് അങ്ങനെ ലോക്ക് ചെയ്യും. അത് കണ്ട നറൂട്ടോ അവന്റെ കൺട്രോൾ പോയി അവൻ ആ 9 tail പവറിന്റെ മോഡിലേക്ക് പതിയെ ചേഞ്ച് ആവാൻ തുടങ്ങും. ചെറിയമാമനാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ടെൻഷനാവും. കാരണം നറൂട്ടോയ്ക്ക് ആ 9 tail പവർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മാമൻ ആ വില്ലനെ പിടിച്ചു വലിച്ച് അങ്ങനെ മട്ടക്ക് ലോക്ക് ചെയ്യും. പക്ഷെ വില്ലനാണെങ്കിൽ തട്ടിത്തെറിപ്പിച്ച് ദൂരേക്ക് പോകും. അപ്പൊ സാസുക അവൻ കറക്റ്റ് ആയിട്ട് അവിടേക്ക് വരാണ്. മാമൻ രസങ്ങൻ പവറൊക്കെ ഉപയോഗിച്ച് വീണ്ടും അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. വില്ലൻ ആ അറ്റാക്കില് കുറെയൊക്കെ പരുക്ക് പറ്റുമെങ്കിലും അവനതെല്ലാം തന്നെ പെട്ടെന്ന് ഹീൽ ചെയ്യും. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാർ 4 പേരും അവരങ്ങനെ 4 പേരും ചേർന്ന് അവനെ അറഞ്ചം പുറഞ്ച് ആഞ്ഞടിക്കും. പക്ഷെ വില്ലനാണെങ്കിൽ എല്ലാവരുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അവ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി നമ്മുടെ ആൾക്കാരെ വെട്ടിത്തിരിപ്പിച്ച് സേഫ് സോണിലേക്ക് മാറും. നറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ 9 tail പവർ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നറൂട്ടോയാണെങ്കിൽ ആ വില്ലൻ അറ്റാക്ക് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും ജെറയമാമൻ ആൾ ഓടി വന്ന് ആ ഒരു അറ്റാക്ക് അത് ആളുടെ ദേഹത്തേക്ക് അങ്ങനെ വാങ്ങുകയാണ്. നറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ സർവ്വ കൺട്രോളും പോവും. അവൻ ആ 9 tail ബോർഡിലേക്ക് മാറി അവന്റെ തലയ്ക്ക് മേലെ വലിയൊരു ടൈൽഡ് ബീസ്റ്റ് ബോംബ് തന്നെ ക്രിയേറ്റ് ആയി വരാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരും. എങ്ങനെയെങ്കിലും പപ്പയെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ നറൂട്ടോയെ സേവ് ചെയ്യാനും ആ വില്ലനെ തകർക്കാനുമായിട്ട് അങ്ങനെ ഓടും. സാസോയ്ക്കാണെങ്കിൽ ബൊറൂട്ടോയുടെ ഓട്ടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ റസൻഗൺ പവർ അതെടുക്കാനാണ് ഇപ്പൊ മുൻപോട്ടേക്ക് പോകുന്നതെന്ന്. എല്ലാവരും ഇപ്പൊ ഒരുപാട് പേടിയോട് കൂടെ ബൊറൂട്ടോയെ നോക്കും. കാരണം നറൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ കൺട്രോൾ പോയി നിൽക്കുകയാണ്. പക്ഷെ ബൊറൂട്ടോയുടെ മുഖത്ത് ഒരു പേടിയുമില്ല. ബൊറൂട്ടോ അങ്ങനെ നടന്ന് നറൂട്ടോയുടെ തൊട്ടടുത്തെത്തും. എന്നിട്ട് അവന് നേരെ കൈ നീട്ടി, പപ്പ പ്ലീസ്, ഇത് ഞാനാണ് നിങ്ങളുടെ ബൊറൂട്ടോ, കൈ തരാൻ പറഞ്ഞ് ബൊറൂട്ടോ ഇപ്പോ നറൂട്ടോയ്ക്ക് നേരെ കൈ നീട്ടും. അടുത്ത നിമിഷം നറൂട്ടോയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും അങ്ങനെ കൈ കൊടുക്കാണ്. അത് കൊടുക്കേണ്ട താമസം വലിയൊരു റസൻഗൺ പവർ അത് അങ്ങനെ ക്രിയേറ്റ് ആവും. വില്ലനാണെങ്കിൽ മറ്റെന്തോ ഒരു പവർ ക്രിയേറ്റ് ചെയ്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. അപ്പനും മകനും ചേർന്ന് ഇവിടെ ആ റസൻഗൺ പവർ എടുത്ത് അവന്റെ തലയ്ക്കൊരു ഒറ്റ അടി. ആ ഒരു അടി കിട്ടി കിലോമീറ്ററുകൾ താണ്ടി
ആകാശത്തേക്ക് പറന്നു പോവും. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബോധം കെട്ട് താഴേക്ക് വീഴും. മാവൻ പറയും, ബൊറൂട്ടോ, സത്യത്തില് നിങ്ങൾക്ക് ഇത്രയും ഒരു ബോണ്ട് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ പേടിക്കേണ്ട ആവശ്യമില്ല, നറൂട്ടോ എത്രയും പെട്ടെന്ന് നോർമലാവും. സാസുക പറയും, ആ വില്ലന്റെ കാര്യത്തില് അവന്റെ കാര്യത്തിൽ തീരുമാനമായി, ഇനി നമുക്ക് ടെൻഷൻ ആവണ്ട. അത് കേട്ട് ബൊറൂട്ടോ അവൻ റിലാക്സ്ഡ് ആയി നറൂട്ടോയുടെ അടുത്ത് വന്ന് കിടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഷിക്കമരും ടീമും അവരാണെങ്കിൽ നറൂട്ടോയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരാണ്. അവർക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര കുറ്റബോധം. കാരണം ഫൈറ്റ് ചെയ്യാൻ അവരെത്തിയപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. നമ്മുടെ ആൾക്കാർ അപ്പോഴേക്കും ഫൈറ്റൊക്കെ ചെയ്ത് ആ വില്ലനെ തോൽപ്പിച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർ ഒരുപാട് വിഷമത്തില് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഇവിടെ സാസുകയാണെങ്കിൽ നറൂട്ടോയും സാസുകയും അവർ പണ്ട് ഫൈറ്റ് ചെയ്ത ഹോസ്പിറ്റലിന്റെ ആ ഒരു ടെറസ് ഭാഗത്തേക്ക് വരും. അവനാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ നിൽക്കും. ഉടനെ ജിറയമാമനും ബൊറൂട്ടോയും അവർ രണ്ടുപേരും സാസുകയുടെ അടുത്തേക്ക് വരും. ജിറയമാമൻ പറയും, ഓ നീ ഇവിടെ നിൽക്കുമായിരുന്നു, ഞാൻ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. താങ്ക് യു വെരി മച്ച്. ആക്ച്വലി നിങ്ങൾ രണ്ടുപേരും കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ടാണ് നറൂട്ടോയെ സേഫാക്കി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ അതെന്താണ്? അതിന് സാസുക പറയും, പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ നാളെ തന്നെ തിരികെ പോവാണ്. ഞങ്ങൾ ഇവിടേക്ക് വന്ന മിഷൻ അത് കംപ്ലീറ്റ് ആയി. സോ ഞങ്ങൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് തിരികെ പോകണമെന്ന് പറയും. അപ്പോഴായിരിക്കും സാക്കുറ അവൾ വമ്പം കലുപ്പിൽ ഓടി വന്ന് അങ്ങനെ സാസുകയെ പിടിച്ചു വലിക്കും. സത്യം പറയും, നീയും സാസുകയും തമ്മിൽ എന്താ ബന്ധം? ഇതെനിക്ക് നിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൽ നീ സാസുകയുടെ പേരെഴുതിയിട്ടുണ്ട്. നിനക്കെങ്ങനെ സാസുകയെ അറിയാം? അത് കേട്ട് സാസുക അവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. ഉടനെ മാമനാണെങ്കിൽ ഇപ്പൊ സാക്കുറയോട് പറയും, സാക്കുറ, നിനക്കറിയേണ്ടത് അവരാരാണെന്നല്ലേ? അവര് മറ്റാരുമല്ല, എന്റെ ഫാൻസ് ആണ്. ഞാൻ എഴുതി വെച്ച ബുക്സ് ഒക്കെ വായിച്ചു കൂട്ടി എന്റെ ഫാൻസായി മാറിയ രണ്ടുപേർ, അവരാണ് ഇവര്. ഒരുപാട് നാടുകളും ഗ്രാമങ്ങളും ഒക്കെ അലഞ്ഞാണ് അവരെന്നെ കണ്ടെത്തിയത്. നിന്റെ പേരും സാസുകയുടെ പേരും നറൂട്ടോയുടെ പേരും അങ്ങനെ എല്ലാവരെ കുറിച്ചും ഓൾറെഡി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ ഒക്കെ നന്നായിട്ട് അറിയാവുന്നത്. മാമന്റെ തള്ളു കേട്ട് ഇപ്പൊ ബൊറൂട്ടോയും സാസുകയും ഒരു സെക്കൻഡ് വണ്ടർ അടിച്ച് മാമനെ തന്നെ നോക്കി നിൽക്കും. മാമനാണെങ്കിൽ അപ്പോഴും നിർത്താതെ വമ്പൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. പാവം എന്റെ ഫാൻസ്, അവരിവിടേക്ക് വന്ന് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ പെട്ടുപോയെന്ന് പറഞ്ഞ് ഇപ്പൊ തലയ്ക്ക് കൈ കൊടുത്തിരിക്കും. സാക്കുറയ്ക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഓർത്ത് ഭയങ്കര പുച്ഛം. അവൾ പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ബൊറൂട്ടോയും സാസുകയും അവരിപ്പോ പ്രസന്റ് ടൈം ലൈനിലേക്ക് വരാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. സാസുകയാണെങ്കിൽ ആമയെ പുറത്തെടുക്കും. അപ്പൊ കറക്റ്റ് ടൈം നറൂട്ടോ ആണെങ്കിൽ അവിടേക്ക് ഓടി വരും. അതിനുശേഷം ചില ഗിഫ്റ്റും ഫുഡൊക്കെ ബൊറൂട്ടോയ്ക്ക് കൊടുക്കുകയാണ്. നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും ഇവിടേക്ക് വരണം. അതിന് ബൊറൂട്ടോ തലകുലുക്കും. സമയം കഴിയുമ്പോഴേക്കും ജിറയമാമൻ അവിടേക്ക് എത്തും. അതിനുശേഷം മാമനാണെങ്കിൽ ഇപ്പൊ സാസുകയോട് ഒരു കാര്യം പറയും, എനിക്കറിയാം നിന്നെ കൊണ്ട് മറ്റൊരാളുടെ ബ്രെയിനിലെ മെമ്മറി അതില്ലാതാക്കാൻ പറ്റുമെന്ന്. എന്റെയും നറൂട്ടോയുടെ മെമ്മറി അത് നീ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ നറൂട്ടോയെ അടുത്തേക്ക് വിളിക്കും. സാസുക ഓക്കെ പറഞ്ഞ് അവരുടെ രണ്ടുപേരുടെയും ബൊറൂട്ടോയും സാസുക ഉണ്ടായിരുന്ന ആ ഒരു മെമ്മറി അത് എറേസ് ചെയ്യാണ്. ഉടനെ അവർ രണ്ടുപേരും ഇപ്പൊ ബോധം കെട്ട് താഴെ വീഴും. അല്പസമയം കഴിയുമ്പോൾ നെജിയും ഹിനട്ടയും അവരവിടേക്ക് ഓടി വന്ന് മാമനെയും നറൂട്ടോയും വിളിച്ചുണർത്തും. അവരാണെങ്കിൽ സാസുകയെ കുറിച്ചും ബൊറൂട്ടോയെ കുറിച്ചും നറൂട്ടോയോട് ചോദിക്കും. പക്ഷെ നറൂട്ടോയ്ക്കും മാമനും അതൊന്നും ഓർമ്മയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ലോങ് ഷോട്ടില് ഒരു മരത്തിന് പിന്നിലായി ബൊറൂട്ടോയും സാസുകയും. അവരാണെങ്കിൽ ഇതൊക്കെ കണ്ടും കേട്ടും അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം സാസുകയും ബൊറൂട്ടോയും അവരിപ്പോ ആമയെ ഉപയോഗിച്ച് ടൈം സ്പേസിലേക്ക് കയറുകയാണ്. ഒരല്പസമയത്തിനുള്ളിൽ തന്നെ സേഫ് ആയിട്ട് റിയൽ ടൈം ലൈനിലേക്ക് വരികയാണ്. നറൂട്ടോ ഓടി വന്ന് ആ പ്രതിമകളെ നോക്കും. അവിടെയാണെങ്കിൽ ഇപ്പൊ എല്ലാവരുടെയും ഫേസ് കറക്റ്റ് ആയിട്ടുണ്ട്. അവന് മനസ്സിലാവും ഇപ്പൊ അവർ പ്രസന്റ് ടൈം ലൈനിൽ എത്തിയെന്ന്. അപ്പൊ അവിടേക്ക് നമ്മുടെ നറൂട്ടോ ഹൊക്കാഗെ ആള് വരികയാണ്. ആളോട് നടന്ന എല്ലാ കാര്യങ്ങളും സാസുകയും ബൊറൂട്ടോയും ഒന്നു വിടാതെ പറയും. അവനാണെങ്കിൽ ശ്വാസം വലിച്ചു വിടുകയാണ്. അങ്ങനെ ഒരു വിധത്തില് ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. എത്രയും പെട്ടെന്ന് ഈ കാര്യം ബാക്കിയുള്ള ഗ്രാമങ്ങളിലൂടെ അറിയിക്കണം. സാസുകയാണെങ്കിൽ ടൈം ലൈനിലേക്ക് പോയിട്ടുണ്ടായ വിശേഷങ്ങൾ അതെല്ലാം തന്നെ നറൂട്ടോട് പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരും. അവൻ വീട്ടിലെത്തുമ്പോൾ തന്നെ സാക്കുറയെ കാണും. ഒരുപാട് നേരമായി സാസുകയ്ക്ക് വേണ്ടി കാത്തിരുന്ന് അവൾ തളർന്നുറങ്ങുകയാണ്. സാസുകയുടെ ശബ്ദം കേട്ടതും ഇപ്പൊ സാക്കുറ അവൾ ഞെട്ടി ഉണർന്ന് അവന്റെ അടുത്തേക്ക് വരും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ബൊറൂട്ടോ
അവൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് വലിയൊരു കോട്ടുവായൊക്കെ വിട്ട് അവന്റെ പപ്പ നറൂട്ടോടെ പഴയ ഫോട്ടോസൊക്കെ നോക്കി നിൽക്കുകയാണ്. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ നറൂട്ടോ അവസാനമായി കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് പാക്കറ്റ് അത് ഹിനട്ടയെ ഏൽപ്പിക്കുകയാണ്. ഇതെന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ആ ഗിഫ്റ്റും എടുത്ത് അങ്ങനെ ഉഷാറായിട്ട് ഓടുന്ന വഴിയിൽ ഡെങ്കയും അവന്റെ പപ്പയും കണ്ട് കൈയൊക്കെ വീശി കാണിച്ച് ഇപ്പൊ അവന്റെ പപ്പയുടെ അടുത്തേക്ക് വരും. നറൂട്ടോ ആണെങ്കിൽ ജിറയ മാമന്റെ കല്ലറയ്ക്ക് മുൻപിൽ അങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ബൊറൂട്ടോ ഗിഫ്റ്റ് ആണെങ്കിൽ ഇപ്പൊ നറൂട്ടോയുടെ കയ്യിൽ കൊടുക്കും. അത് മറ്റൊന്നുമല്ല, ആ റാമനാണ്. അത് കണ്ട് നറൂട്ടോയ്ക്ക് ഭയങ്കര സന്തോഷമായി. അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് അത് കഴിക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ചെറിയ മാമന്റെ കല്ലറ കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.